ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം. വീട്ടിലെ മുറി ഒരു പെട്ടി, പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി, അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി. ഈ തരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അത് കുട്ടിയുടെ ബാല്യം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 100% ശരിയാണ്. ഒരു കുട്ടി ഉദരത്തിൽ പിറന്നുകൊള്ളുന്നു എന്നറിയുമ്പോഴേക്കും തുടങ്ങും എവിടെ സ്കൂളിൽ ചേർക്കണമെന്ന്. അതിന് എത്ര കാശ് ചിലവായാലും കുഴപ്പമില്ല, എല്ലാവരേക്കാളും മുന്നിലാവണം എന്നൊക്കെ തുടങ്ങും പ്ലാനുകൾ. സ്വപ്നം കാണുന്നത് കുഴപ്പമില്ല, പക്ഷേ പ്രസവം കഴിഞ്ഞ് കളിക്കേണ്ട സമയത്ത് കളിക്കാൻ വിടാതെ എന്തൊക്കെയോ പേരിട്ട് വിളിക്കുന്ന സ്ഥലത്ത് ചേർക്കും. അപ്പോൾ മുതൽ തുടങ്ങുകയായി ആ കുട്ടിയുടെ അധോഗതി. സകലം പഠിപ്പിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം, കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം, ആ ഘട്ടത്തിലൊന്നും കുട്ടിക്ക് അതിന് കഴിയുന്നില്ല. കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് സമൂഹത്തിനാകെ. ഈ ഒരു ചിന്തയുടെ ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ്. അപ്പോ ഒരു തരം അടഞ്ഞ മനസ്സ്, എല്ലാം പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി. ഇതാണ് പൊതുവെ കാണാൻ നമുക്ക്. ഇത് കേട്ടാൽ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷത്താണെന്നാണ് നമുക്ക് തോന്നുക. കാരണം കളിക്കേണ്ട കുട്ടികളെ പഠിത്തത്തിന്റെ പേരിൽ രക്ഷിതാക്കൾ തളച്ചിടുമ്പോൾ അതിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന ആളാണല്ലോ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിലാണെങ്കിൽ കുട്ടികളെ പഠിക്കാൻ ചേർക്കേണ്ട വയസ്സ് കൃത്യമായി നിയമമാക്കിക്കൂടെ? അതുവരെ കുട്ടികൾ വീട്ടിൽ കളിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ ഭരണതലവൻ എന്ന നിലക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയില്ല എന്നാണോ? എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല. അവിടെ അച്ഛനമ്മമാർക്ക് തന്നെ പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ, ചിലപ്പോൾ TV സീരിയലാകാം, അല്ലെങ്കിൽ ഫോണിൽ അഭിരമിക്കലാകാം. അപ്പോൾ കുട്ടിക്ക് വരുന്നത് എന്താ? ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ. ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എങ്ങനെ രക്ഷിതാക്കളായി മാറണം, രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുട്ടി എന്താകുന്നു? തന്റേതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒരുങ്ങുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഡിജിറ്റൽ എഡിക്ഷൻ കുട്ടിയിലേക്ക് മാറുന്നു, കുട്ടിക്ക് വരുന്നു. അതിൽ നടത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആ കുട്ടിയുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷനും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. കൊറോണ വന്ന വർഷങ്ങളിൽ നമ്മുടെ സ്കൂളുകളെല്ലാം അടച്ച സമയത്ത് ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് തന്നെയാണ്. ഒരു വീട്ടിൽ 1-2 മൊബൈലുകൾ മാത്രം ഉണ്ടായിരുന്ന വീടുകളുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയപ്പോൾ അത്തരം വീടുകളിൽ കടം മേടിച്ചു പോലും കുട്ടിക്ക് മൊബൈൽ സംഘടിപ്പിച്ചു കൊടുത്തു. അതും ഇല്ലാത്തവർക്ക് പല സന്നദ്ധ സംഘടനകളോ നല്ല വ്യക്തികളോ, എന്തിന് പല സ്കൂൾ മാനേജ്മെൻറ്റുകളും കുട്ടികൾക്ക് മൊബൈൽ ഓഫർ ചെയ്തു കൊടുത്തു. പഠിക്കാനെന്ന പേരിൽ കയ്യിലെടുത്ത ഫോൺ കുട്ടികൾ അവരവർക്ക് ഇഷ്ടമുള്ള പലതും കാണാൻ തുടങ്ങി. അങ്ങനെ മൊബൈൽ ഫോണിന് അടിമപ്പെടുകയും ചെയ്തവരുണ്ട്. കൊറോണ പോയി ക്ലാസ്സുകളെല്ലാം സാധാരണ നിലയിലേക്ക് എത്തിയെങ്കിലും ഒട്ടുമിക്ക സ്കൂളുകളിലും ഇന്നും കുട്ടികളുടെ പഠിത്തം വാട്സപ്പിലാണ്. പേരിന് ക്ലാസ്സിൽ പാഠം എടുക്കും, എടുത്ത പാഠം വാട്സപ്പിൽ വിടുക, രക്ഷിതാക്കളോട് പഠിപ്പിക്കാൻ പറഞ്ഞ് ടീച്ചർ വോയിസ് ഇടും. പല കുട്ടികളും ആ പാഠം എടുത്തത് അറിയുന്നത് തന്നെ വീട്ടിൽ അമ്മ ചോദിക്കുമ്പോഴാണ്. എന്തിനും ഏതിനും ഇപ്പോൾ വാട്സപ്പാണ്. ആ ഒരു പ്രവണത മുഖ്യമന്ത്രി ആദ്യം എല്ലാ സ്കൂളിലും നിർത്താൻ പറയൂ. സ്കൂൾ മുടക്കം, കുട്ടികൾ മുടങ്ങുന്നത് തുടങ്ങിയ കുട്ടികളെക്കുറിച്ചും സ്കൂളുകളെക്കുറിച്ചും പറയാൻ മാത്രം ഓൺലൈൻ ഉപയോഗിക്കുക. മുന്നത്തെ പഠന രീതികൾ വളരെ രസകരവും എളുപ്പവും എഴുതാനും വായിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കാൻ വളരെ സഹായകരമായിരുന്നു. ഇന്നത്തെ പഠന രീതി കാലത്തിനൊത്ത മാറ്റം എന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും പഠിക്കാനും എഴുതാനും കഷ്ടപ്പെടുത്തുന്നതുമാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചാൽ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് അതൊന്നും അറിയുക പോലുമില്ല. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കാര്യത്തിൽ വളരെ കരുതൽ കാണിക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം ഒരുക്കി പുതുതായി വാർക്കണമെന്നാണ് പറയാനുള്ളത്. അധികാരം അത് പ്രവർത്തിക്കാനുള്ളതാണ്. അതറിയാത്ത ആളല്ലല്ലോ ഇന്നത്തെ മുഖ്യമന്ത്രി.